100% മനസ്സിന് ഇണങ്ങിയ ഒരിടമായിരുന്നു കുളമാവിലെ ഗ്രീൻബർഗ് റിസോർട്ട്. ഏറ്റവും ഇഷ്ടമായത് അതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. ഒരു ഹിൽ സ്റ്റേഷനിൽ പോകണമെങ്കിൽ നമുക്ക് മൂന്നാറോ തേക്കടിയോ വയനാടോ ഊട്ടിയൊക്കെ പോകണം അല്ലേ. ഇവിടെ ഇതിപ്പോൾ എറണാകുളത്ത് നിന്ന് ഏകദേശം 2.5 മണിക്കൂർ മാത്രം ദൂരമുള്ള ഒരിടമാണ് നമ്മുടെ ഈ റിസോർട്ട്. എത്തിപ്പെടുന്നത് ഏകദേശം 75 ഏക്കറിൽ കൂടുതൽ വിസ്തൃതിയുള്ള ഒരു മായാലോകത്താണ്. എവിടെ നോക്കിയാലും പച്ചപ്പ്, വാനമുട്ടിയ മരങ്ങൾ, പരിസ്ഥിതിക്കിണങ്ങുന്ന നിർമ്മിതികൾ. കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാനാകുന്ന ആക്ടിവിറ്റീസ് ആയിരുന്നു. പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വഞ്ചർ പാർക്ക് തന്നെയുണ്ട്. പിന്നെ ഇവിടുത്തെ ട്രക്കിംഗ് ആണ് നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കേട്ടോ. 1 കിലോമീറ്ററിൽ താഴെ നമുക്ക് നടന്നാൽ മതി. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും കുറച്ച് പ്രായമായവർക്ക് പോലും ട്രക്കിങ്ങിൻ്റെ ഒരു അനുഭൂതി കിട്ടുകയും ചെയ്തു. അവിടെ ചെന്നാലോ ലോകത്തിൻ്റെ നെറുകയിലെത്തിയ ഒരു സന്തോഷമായിരുന്നു. മറ്റൊന്ന് ഇവരുടെ ഫാം ഹൗസ് ആണ് കേട്ടോ. ഒരുപാട് സുഗന്ധവ്യഞ്ജനങ്ങൾ, അവക്കാഡോയും വെൽവെറ്റ് ആപ്പിളും സ്റ്റാർ ഫ്രൂട്ടും ഒക്കെ ധാരാളമായിട്ട് ഇങ്ങനെ കൊല കുത്തി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഓഫീസുകളിൽ നിന്നോ വലിയ കുടുംബങ്ങളിൽ നിന്നോ ഒക്കെ ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ 10-22 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയൊരു വലിയ സൗകര്യമുള്ളൊരു ഇടമാണ് ക്ലബ് ഹൗസ്. DJ ഹോള്, പാർട്ടി ഹോള്, മറ്റ് സൗകര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയേ വേണ്ട കേട്ടോ. 3 നേരവും ഇവിടെ ബുഫയാണ്. അത് ഞാൻ ഇതുവരെ എവിടെയും അങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഒരു 2 ദിവസം മാത്രം അവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ 4 ദിവസം കിഡിലൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് മനസ്സോടെയാണ് നമ്മളിവിടെ നിന്ന് പോകുന്നത് കേട്ടോ. വീണ്ടും പോകും എന്ന ഉറപ്പോടുകൂടെ. I'm not the shadow of anyone you've been. All I am is a friend.